ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വ്യൂസ്. നമ്മൾ സാധാരണ ഇമോജീസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ഇമോജീസിൽ. നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നമ്മളൊരു 10 സെന്റൻസിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്കൊരു എക്സ്പ്രഷൻ കൊടുത്താൽ ഒരു ഇമോജി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ തീർക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമുക്ക് അയക്കുന്ന ഇമോജികളൊക്കെ നമുക്ക് നമ്മളെ രീതിയിലൊന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല. കാരണം ചെറിയ ചെറിയ ഇമോജീസ് ആണ് ഉണ്ടാവുക. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഇമോജീസിന്റെ ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു അപ്ഡേഷൻ ഉണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുൻപ് എൻ്റെ ചാനൽ, ഈ ഒരു പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തുടർന്ന് ലൈക്ക് ബട്ടണും പ്രസ് ചെയ്ത് എനിക്ക് ഫുൾ സപ്പോർട്ട് തരിക. മാത്രമല്ല എൻ്റെ അബീസ് വിഷൻ എന്നുള്ള ഒരു ചാനൽ കൂടി ഉണ്ട്, അതുകൂടി നിങ്ങളൊന്ന് കയറിയിട്ട് അതിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ നമ്മളെ ഫ്രണ്ട്സിന്, സാധാരണ എല്ലാ ഫ്രണ്ട്സിനും നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമോജീസ് കാര്യങ്ങളൊക്കെ നമ്മൾ അയക്കാറുണ്ട് അല്ലേ. ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ഇമോജീസിൽ നമുക്ക് പെട്ടെന്ന് അയക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഹായ് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഹായ് ഹൗ ആർ യു എന്നൊക്കെ നമ്മൾ കൊടുത്തു. പക്ഷേ നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി ഒന്നുകൂടി കാണാനൊക്കെ ഒരു ക്യൂട്ട്നെസ്സിനും അതേപോലെ നമുക്ക് എക്സ്പ്രഷൻസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇമോജീസ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഇമോജീസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഇമോജീസ് സാധാരണ നമുക്ക് റെക്കമെൻഡ് ആയിട്ട് നമുക്ക് വരാറുണ്ട്. ജസ്റ്റ് ഒരു ഹായ് കൊടുക്കുമ്പോൾ കണ്ടില്ല, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇമോജിയൊക്കെ നമുക്ക് അവിടെ വരും. അത് നമ്മൾ റീസെൻ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇമോജികളൊക്കെ നമുക്ക് ഇടുന്നതും എങ്ങനെ ഒഴിവാക്കുന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ കാണാം. ഇവിടെ കണ്ടില്ലേ, ഹായിൻ്റെ കൂടെ ഒരു ഇമോജി വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കത് ചെറിയ ഇമോജിയാണ്, വളരെ ചെറിയൊരു ഇമോജിയാണ് നമുക്കിവിടെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ലവ് കൊടുത്തു, ഇവിടെ നോക്കി കഴിഞ്ഞ സമയത്ത് ഇമോജി വരുന്നുണ്ട്, അതും ചെറിയൊരു ഇമോജിയാണ്. പക്ഷേ നമുക്കിതിൽ കുറച്ചുകൂടി സെലക്റ്റീവായിട്ട് കൂടുതലായിട്ടുള്ള കളക്ഷൻസ് കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് വളരെ വലുത്, ഇതിനേക്കാളൊക്കെ നല്ല ലാർജർ ആയിട്ടുള്ള ഒരു ഇമോജീസ് കിട്ടണമെങ്കിൽ നമുക്ക് നല്ലൊരു മാർഗ്ഗം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ലവ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കിട്ടാൻ വേണ്ടി നമ്മളതിൻ്റെ താഴെയുള്ള ആ ഒരു സ്ക്വയർ കാണുന്നില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണുന്ന ആ സ്ക്വയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, താഴേക്ക് വന്നിട്ട് ഇമോജീസിൻ്റെ ഓപ്ഷൻ കാണിക്കും. ഞാനിവിടെ Gboard ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, അപ്പോൾ അതിന് കണക്കായിട്ടുള്ള വലിയ വലിയ ഇമോജീസ്, നമ്മൾ എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വലിയ ഇമോജീസ് നമുക്കിവിടെ കിട്ടും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്ക് സാധാരണ ചെറിയ ഇമോജി കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് വലിയ വലിയ ഇമോജീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്കിത് ആൻഡ്രോയിഡിലാണ് ഞാൻ കാണിക്കുന്നത്. ഞാനത് ഐഫോണിൽ എങ്ങനെയാണ് വരുന്നത് കാണിക്കുക. ഐഫോണിൽ ഇതിനേക്കാൾ ഉഷാറായിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ ലാഫ് കൊടുത്തിട്ടുണ്ട്. ലാഫ് ആണെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു ഒരൊറ്റ ഒന്ന് മാത്രമേ നമുക്ക് ഇവിടെ കാണുന്നുള്ളൂ. പക്ഷേ അതിന് പകരം ലാഫ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ആ സ്ക്വയറിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇമോജീസ് എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറേ വലിയ വലിയ ഇമോജീസ്, പല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇമോജീസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് നമ്മളൊന്ന് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമുള്ള അയക്കുന്ന ചെറിയൊരു ഇമോജിനേക്കാളും വളരെ എഫക്റ്റീവായിരിക്കും നമുക്ക് പുതിയ അയക്കുന്ന ഈ ഒരു വലിയ ഇമോജി. ഇനി നമുക്കിത് ഐഫോണിൽ നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ള, ഐഫോണിൽ കുറച്ചും കൂടി നമുക്ക് ഓപ്ഷൻസ് കൂടുതലുണ്ട്. ഇവിടെ ഞാനൊരു ഫ്രണ്ടിൻ്റെ പ്രൊഫൈൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് ഇമോജി ഐഫോണിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ താഴെ ഇമോജീസിൻ്റെ ഓപ്ഷൻ നമുക്കിവിടെ താഴെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ താഴേക്ക് വന്നിട്ട് ഇമോജി ഇവിടെ കാണാം, കണ്ടില്ലേ. ഇവിടെ ഈ ഒരു ഇമോജി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, കണ്ടില്ലേ. അത്ര വളരെ എന്താ പറയുക, എഫക്റ്റീവായി നമുക്ക് കാര്യങ്ങൾ ഐഫോണിൽ നടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഇമോജി സെലക്ട് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നേരെ ആ സ്ക്രീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു വലിയൊരു ലാർജ് സൈസിൽ തന്നെയുള്ള ഇമോജി ആയിട്ട് മാറുന്നുണ്ട്. അത് ഏത് ടൈപ്പ് ഇമോജി വേണമെങ്കിലും നമുക്ക് ഐഫോണിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത്, റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ അയച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ഇതുണ്ടല്ലേ, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് നേരെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നല്ല വലിയ ഇമോജീസ് കണ്ടോ, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള, മറ്റേതൊക്കെ ചെറിയ ഇമോജിയിൽ നല്ല വലിയ രീതിയിൽ നമുക്ക് അയക്കാൻ വേണ്ടി സാധിക്കും.